ഹലോ ഓൾ. കേരളത്തിലെ മെഡിക്കൽ അലൈഡ്, പാരാമെഡിക്കൽ, B.Pharm, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തീരുമാനിക്കുന്ന KEAM 2022 രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. ജൂൺ 26 നടക്കുന്ന പരീക്ഷ 2 സെഷനുകളായിട്ടായിരിക്കും. പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി രാവിലെ 10 മുതൽ 12:30 വരെയും, പേപ്പർ 2 മാത്സ് ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 5 മണി വരെയും ആയിരിക്കും. ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 30 വൈകിട്ട് 5 മണി വരെയായിരിക്കും അപേക്ഷിക്കാനുള്ള അവസാന സമയം. സമയത്തിനുള്ളിലായി എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ ആരും മറക്കരുത്. കേരളത്തിലെ MBBS, BDS അടക്കമുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ KEAM 2022 നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഏപ്രിൽ 30 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനായി മെയ് 10 വരെ സമയമുണ്ടായിരിക്കും. ജൂൺ 10 അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എക്സാം സെന്ററിനെ കുറിച്ചുള്ള വിവരങ്ങൾ അഡ്മിറ്റ് കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കും. KEAM 2022 അപേക്ഷിക്കുന്ന സമയത്ത് ഒരു മൊബൈൽ നമ്പർ, ഇമെയിൽ ID നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് നിർബന്ധമായും ഓർത്ത് വെച്ചിരിക്കണം. ഇത് കൂടാതെ ആധാർ, ഫോട്ടോ, സൈൻ, SSLC സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയും സൈനും അല്ലാത്ത ഡോക്യുമെന്റ്സ് എല്ലാം PDF ഫോർമാറ്റിൽ 500 KB താഴെയായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി വിവിധ വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുവാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാമെന്ന് നോക്കാം. OBC, OEC വിഭാഗങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ജനറൽ വിഭാഗത്തിലെ റിസർവേഷൻ ആവശ്യമുള്ള കുട്ടികൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടിയിരിക്കും. SC/ST വിഭാഗങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കണം. മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വാലിഡ് ആയിരിക്കില്ല. ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ വികലാംഗത്വമുള്ളവർ കൃത്യമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകി പിന്നീട് മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാകേണ്ടതാണ്. മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് മൈനോറിറ്റി കോളേജുകളിൽ സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഇത് ലഭിക്കാൻ ഒന്നുകിൽ SSLC സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇൻകം സർട്ടിഫിക്കറ്റ് അഥവാ വരുമാന സർട്ടിഫിക്കറ്റ്. എല്ലാ വിഭാഗക്കാരും വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹിന്ദു, OBC വിഭാഗത്തിൽ വരുന്ന 30ഓളം ജാതി വിഭാഗക്കാർക്ക് OECക്ക് തുല്യമായ ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. ഇത് വാർഷിക വരുമാനം 6 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് കാണിക്കാൻ ഈ ഹിന്ദു, OBC വിഭാഗത്തിൽപ്പെടുന്ന 30ഓളം ജാതി വിഭാഗക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് ഫീസ് ഇളവ് ലഭിക്കാൻ SC/ST, OEC വിഭാഗങ്ങൾ ഒഴികെയുള്ള OBC ജനറൽ വിഭാഗക്കാർക്ക് വരുമാനം അനുസരിച്ച് ഫീസ് ഇളവ് ലഭിക്കും. ഇത് ലഭിക്കാൻ അവരും ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മൾ KEAM 2022 രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഏപ്രിൽ 30 വരെയാണ് സമയമുള്ളത്. അപേക്ഷിക്കാൻ ആരും മറക്കാതിരിക്കുക. സമയത്തിൻ്റെ ഉള്ളിലായിട്ട് അപേക്ഷിക്കാൻ ശ്രമിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.